മാനിഫെസ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം എല്ലാവരും അതിനെപ്പറ്റി തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷെ ആക്ച്വലി എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ എന്ന സിമ്പിൾ വേർഡ്സിൽ പറഞ്ഞാൽ നമ്മുടെ തോട്ട്സ്, ബിലീവ്സ് ആൻഡ് ഫീലിങ്സ് എല്ലാം യൂസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കുന്നതിനാണ്. അത് മാജിക് ഒന്നുമല്ല, നമ്മുടെ യൂണിവേഴ്സിലൂടെ നമ്മുടെ പ്ലേസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംഭവമൊന്നുമല്ല. നമ്മുടെ മൈൻഡ് സെറ്റ്, വൈബ് സെറ്റ് ആൻഡ് ആക്ഷൻ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. നിങ്ങളൊരു കാര്യത്തിന് കണ്ടിന്യൂസ് ആയിട്ട് തിങ്ക് ചെയ്യുക, അതിനെപ്പറ്റി ഫീൽ ചെയ്യുക, അത് വിശ്വസിക്കുകയൊക്കെ ചെയ്താൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ബോഡി അതിന് വേണ്ടി ആക്ട് ചെയ്ത് തുടങ്ങും. ഇത് ഇമാജിനേഷൻ മാത്രമല്ല, നമ്മുടെ ബോഡിയിൽ റെക്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളൊരു ബൈക്ക് വാങ്ങണമെന്ന് വിചാരിക്കുന്നു. അതായത് ഇപ്പോൾ ഒരു റെഡ് ബൈക്ക്, നമ്മൾ പുറത്തിറങ്ങിയ ഫുൾ നമ്മൾ കാണുന്ന റെഡ് ബൈക്കായിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളൊരു ഗോളിൽ ഫോക്കസ് ചെയ്ത് നമ്മുടെ ബ്രെയിൻ അതിനു വേണ്ടിയുള്ള ഓപ്പർച്യൂണിറ്റീസ് നോട്ടീസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ വരുന്നതാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമ്മുടെ ബ്രെയിനിനെ ചേഞ്ച് ചെയ്യാൻ, അഡാപ്റ്റ് ചെയ്യാനും പുതിയ ഹാബിറ്റ്സും തോട്ട്സും ഒക്കെ പഠിക്കാനുള്ളൊരു പവറുണ്ട്. ഇത് കുട്ടിക്കാലത്ത് മാത്രമല്ല, നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ ബ്രെയിൻ റീവയർ ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഡെയിലി സെയിം തോട്ട്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്താൽ നമ്മുടെ ബ്രെയിൻ അതിനൊരു സ്ട്രോങ് പാത്വേ ആയിട്ട് മാറ്റും. നെഗറ്റീവ് തോട്ട്സ് ആണെങ്കിൽ സ്ട്രെസ് പാത്വേയും, പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ ഒരു കോൺഫിഡൻറ്റ് പാത്വേ ആയിട്ട് മാറും. അതുകൊണ്ട് പറയുന്നത് തോട്ട്സ് ചേഞ്ച് ചെയ്താൽ നമ്മുടെ ബ്രെയിൻ ചേഞ്ച് ആവുന്നു. ബ്രെയിൻ ചേഞ്ച് ആയാൽ ബിഹേവിയർ ചേഞ്ച് ആയി പോകും. അപ്പം എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഇരിക്കാതെ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് തുടങ്ങണം. അതുകൊണ്ടാണ് എല്ലാവരും മാനിഫെസ്റ്റേഷനിൽ ഇത്ര ഒബ്സസ്ഡ് ആവുന്നത്. ബിക്കോസ് മൈൻഡ് സെറ്റ് മാറിയാൽ നമ്മുടെ ലൈഫ് ഒന്ന് ചേഞ്ച് ആകും. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, മേ ബി നമ്മുടെ ലൈഫ് ഒന്ന് മാറിയാലോ.